ആദി, ഇത് കണ്ടോ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എടുത്ത ഫോട്ടോയാ. സ്മാർട്ട് ആണല്ലോ. എന്താ ഹോൺ അടിച്ച് പഠിക്കാ? ആരോ ഹോൺ അടിക്കാത്തൊരു ആദി, ഇത് കണ്ടോ? എനിക്ക് 1.5 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയാ. അന്നേ സുന്ദരിയാണല്ലേ. അതെ, ഈ റോഡിലൊന്നും ഒരു ഈച്ച പോലും ഇല്ല, പിന്നെ എന്തിനാ ഈ ഹോൺ അടിക്കണേ? അല്ല, റോഡ് മുഴുവൻ കട്ടറാ. എന്താ ഹോൺ അടിച്ച കെട്ടണിട്ട് ഓടുവോ? നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിലേ വണ്ടിക്ക് വല്ല അപകടം പറ്റുമേ. അങ്ങനെ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ അടിക്കടി ഇങ്ങനെ ഹോൺ അടിക്കണേ. ആയിക്കോട്ടെ. അല്ല, എനിക്കറിയാൻ മേല ചോദിക്കുക, നിങ്ങൾ കുടുംബസമേതം പ്രേമിക്കാൻ വന്നിരിക്കുക? ഇവന്റെ ഒരു മോഹം നടക്കാൻ പോണില്ല. അപ്പനെ പ്രേമിച്ച് കേട്ട, ഇതാണ് കുഴപ്പം. അപ്പനും മകനും തമ്മിൽ വളരെ ഫ്രാങ്ക് ആണ്, ഫ്രണ്ട്സിനെ പോലെയാണെന്നൊക്കെ പറയുകയും ചെയ്യും. മക്കൾ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ അപ്പ തന്തമാരുടെ സ്വഭാവം അതുള്ളതാ. എടാ, ഇവനായിട്ട് വരുത്തി വെച്ച ഒരുപാട് കടങ്ങളുണ്ട് നാട്ടില്. അതെങ്ങനെങ്കിലും തീർക്കാൻ നോക്കണ്ട ഒരു മുടിഞ്ഞ പ്രേമായിട്ട് നടക്കാം. ശരിയാ, നാട്ടിലെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ തന്നെ മിന്നുവിനെ എനിക്ക് മറക്കാൻ പറ്റും. അത് ന്യായം. എടാ, മിന്നു വർമ്മസാറിന്റെ ഒറ്റ മോളാ. നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ജോലി തന്ന ആ വലിയ മനുഷ്യനോട് വിശ്വാസവഞ്ചന കാണിച്ചാ ദൈവം പോലും പൊറുക്കില്ല. നമ്മുടെ എല്ലാ സത്യങ്ങളും വർമ്മസാർ അറിഞ്ഞ എന്താവുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അവസാനമായിട്ട് പറയാ, മോനെ ഇന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ വർമ്മസാറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടി അപ്പനെ ഇവിടെ ഇറങ്ങട്ടോ. എന്നാ നമുക്ക് കാണാം. എന്നാ കാണാടാ. സാമർത്ഥ്യം കുട്ടിക്കളിയാ, കുട്ടിക്കളി. ഇവിടെ എല്ലാവർക്കും ലൈനായി. ഈ ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു KCB സബ്സ്റ്റേഷൻ തന്നെ തുടങ്ങായിരുന്നു. അതിവിടെയല്ല, അപ്പുറത്ത് അപ്പുറത്ത്. അത് പിന്നെ സോറി ചേട്ടാ, ചേട്ടനൊരു പൊട്ടനല്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കല്യാണം കഴിച്ചേനെ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടാ അവളോടൊരു കിന്നാരം? നീ എന്താ ആന്റണിച്ചിന് പഠിക്കുക? അയ്യേ, ഞാൻ അവൾ പോകാൻ കാത്തിരിക്കായിരുന്നു. മിന്നുവിന്റെ കാര്യം പറഞ്ഞ ആന്റണിച്ചനും ആദ്യം വലിയ തർക്കത്തില. കൂട്ടുകാരെ പോലായിരുന്നു അപ്പനും മോനും. ഇപ്പൊ ആനപ്പാറയിലെ അച്ചമ്മ 500 പോലെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? ലക്ഷ്മിയമ്മ ഒന്ന് സംസാരിച്ചാൽ എല്ലാം തീരും. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ കുടുംബ മീറ്റിംഗ്. സ്ഥലം നെല്ലിക്കൽ തറവാട്, ആന്റണിച്ചന്റെ മുറി. എന്നേക്കാൾ നന്നായിട്ട് മിന്നുവിനെ അമ്മയ്ക്കറിയാലോ. എന്നിട്ടും അപ്പം വേണ്ടാത്ത പിടിവാശിയാ. അമ്മ തന്നെ അപ്പനോട് സംസാരിക്കും. ഇക്കാര്യത്തിൽ അപ്പനത് ഒറ്റ അഭിപ്രായമുള്ളൂ. അത് നടക്കില്ല, സമ്മതിക്കില്ല. അപ്പം വാശിയിലാണെങ്കിലേ ഞാനും വാശി. ലക്ഷ്മി, നീ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇവനെയല്ലേ പഠിപ്പിക്കേണ്ടത്? എന്തായാലും എന്റെ മോൻ കൊട്ടാരത്തിലെ അടിച്ചു കളിക്കാരുടെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതൊന്നും ചോദിക്കാനല്ല, എല്ലാം എനിക്കറിയാം. നിനക്ക് എന്തറിയാന്നാ? അങ്ങനെയാണ് എനിക്ക് നിന്നെ കുറിച്ച് ചിലത് പറയാണ്ട്. എന്താ നിനക്ക് എന്നെ പറ്റി പറയാനുള്ളത്? കൊട്ടാരത്തിനകത്ത് ചായ കൊടുക്കലും മിന്നൂനൊരിക്കലും പ്രാർത്ഥനയും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതെല്ലാം ഞാനായിട്ട് അങ്ങനെ ക്ഷമിക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം പിന്നെ പരിഹരിക്കാം. ഏജ് ഓവർ കേസല്ലേ. പക്ഷെ ആദ്യയുടെ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം എന്റെ തീരുമാനം തന്നെ അവളുടെ. അല്ല, എനിക്കും ആ കുട്ടിയെ ഇഷ്ടം. മതി, എനിക്ക് അമ്മയുടെ സപ്പോർട്ടുണ്ടായ. അതന്നെ. ഇവനെന്തു പറഞ്ഞാലും പിന്താകാൻ നീണ്ടല്ലോ. അങ്ങനെ ഇവന്റെ താളത്തിനൊത്ത് തുള്ളിയന്റെ ഫല നമ്മളിപ്പോ അനുഭവിക്കണേ. ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ വരെ എത്തിയത്. അത് അമ്മയും മോനും മറക്കണ്ട. എന്റെ ലക്ഷ്മി നമ്മുടെ മകനാണ് ഇവനെന്ന് ഈ തറവാട്ടിൽ അറിഞ്ഞാൽ അവർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ലക്ഷ്മി അമ്മയുടെ മകനാണ് ആദ്യം എന്നറിഞ്ഞാൽ ഒരുപക്ഷെ വർമ്മസാരി കല്യാണത്തിന് സമ്മതിച്ചേക്കും. പക്ഷെ ആന്റണിച്ചനാണ് അച്ഛനെന്നറിഞ്ഞാൽ അപ്പനെ സാറിന് വലിയ കാര്യമൊക്കെ തന്നെയാ. പക്ഷെ ആന്റണിച്ചൻ ഇപ്പോഴും ഭക്ഷണം പിന്നാപ്പുറത്താ. പിന്നെ ആന്റണിച്ചൻ ഒരു വെളുത്ത ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ നമുക്കൊരു പൊണൂലൊക്കെ അങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. എന്റെ മോന് ചേരുന്ന കുട്ടിയാ മിന്നു. ഓഹോ, നിന്റെ മോൻ. അപ്പൊ ഇവൻ ആരുമില്ല. മിന്നു ഉണർന്ന എന്നെ തിരക്കും. പീതാംബര, ഇപ്പൊ അമ്മയും മകനും ഒറ്റക്കെട്ടായി.
ഈ അപ്പം പുറത്ത് നടക്കട്ടെ. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്വന്തം രൂപം തിരിച്ചു പിടിക്കാം. മൊത്തം തന്നോളൂ. കാക്കേ ഞാൻ ഇറങ്ങി, നീ വീട്ടിലേക്ക് പോക്കൂ. അല്ല, നമ്മുടെ എൻഡിങ് ചെയ്യുമ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഓ എന്റെ വയ്ക്കത്തപ്പാ, ഇപ്പൊ മനസ്സിലായി. എന്താടാ തേണ്ടി ആദ്യം പറയാത്തത്? ഇതെങ്ങാനും മിന്നുമോൾ അറിഞ്ഞാൽ അന്ന് തന്നെ ആ തറവാട്ടിൽ അടിച്ചു പുറത്താക്കും. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അവരിപ്പോഴും കറങ്ങൂല. അല്ല സാറേ, രണ്ടുപേരും ഈയിടെയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താ? അല്ല, ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിന്നു മേഡത്തിനെ ആദ്യം സാർ അടിച്ചിട്ട് പോകോ? മിന്നുമോളെ പറ്റി നീ ഒരു അക്ഷരം പറഞ്ഞാൽ അവൾ എന്റെ മോൻ രാഹുൽ കെട്ടാൻ പോണ പെണ്ണാ. മിന്നു, ഞാൻ പറയുന്നത് കേക്കണ്ട ആദിയുടെ പുരാണം. നീ കേക്കണം. എന്റെ വീട്, അച്ഛൻ, അമ്മ. ഞാൻ പറഞ്ഞല്ലോ, കൊറേയൊക്കെ എനിക്ക് അറിയാം. നിനക്കറിയാത്ത പലതും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണെങ്കിൽ അങ്ങനെ ആയിക്കോ. ആദ്യമായിട്ട് എനിക്ക് തിരിച്ചു തന്ന സന്തോഷങ്ങളും സ്വപ്നങ്ങളും തിരിച്ചെടുക്കാനാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് മിന്നുമോളെ ഇഷ്ടാണോ? അതെ. എന്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അളിയാ, പെങ്ങളെ ജീവിച്ചിരുന്നപ്പോ എനിക്ക് തന്ന വാക്കാ മിന്നുവിന്റെയും എന്റെ മകൻ രാഹുലിന്റെയും കല്യാണം. വാക്കല്ലി മാറ്റാൻ പറ്റും, നാക്ക് മാറ്റാൻ പറ്റില്ല. എന്തായാലും അറിയാ, ആദിത്യനും ലക്ഷ്മിയും വന്നതിന് ശേഷമാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആ ആന്റണി, ആദിത്യന്റെ കോലോത്തി എന്ന് അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. അന്നിങ്ങ് വന്നേ. അതെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം തീരുമാനിക്കാൻ. ഈ കാര്യം പറയുമ്പോ എനിക്കൊരു ഏതാണ്ട് പോലെയാ ഒരിത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് സിനിമയിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അമ്മയെ ഇറക്കുമതി ചെയ്യാറ്. എന്റെ മോൻ ആശിച്ചതൊന്നും ഈ അപ്പ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഞാനാണ് അവന്റെ അപ്പനെന്നറിഞ്ഞ വേണ്ട, ഞാനായിട്ട് അവനൊരു ജീവിതം ഇല്ലാതാക്കണ്ട. കൊട്ടാരത്തിൽ ഒരു പെണ്ണിനെ തന്നെ എന്റെ മോൻ കെട്ടുമ്പോൾ ലക്ഷ്മിക്ക് വലിയ സന്തോഷാവും. അവരുടെ സന്തോഷ ആന്റണിയുടെ സമ്പാദ്യം. ഈ അപ്പനൊരു അപേക്ഷയുണ്ടെന്ന് ആദ്യോട് പറയണം. ആദ്യം മോന്റെ അച്ഛൻ മരിച്ചെന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ വേറൊരു അപ്പനെ കൊണ്ടുവന്ന് നാടകം കളിക്കരുത്. അത് ചിലപ്പോ ഈ അപ്പന് സഹിക്കില്ല. ഞാൻ തടഞ്ഞില്ല. തടഞ്ഞാലും ആന്റണിച്ച് നിൽക്കില്ല എന്ന് എനിക്കറിയാം. ലക്ഷ്മിയമ്മേ, നമ്മളൊക്കെ വെളുത്തവരാ, ആന്റണിച്ചൻ കറുത്തവനും. പക്ഷെ ആന്റണിച്ചന്റെ മനസ്സിന്റെ വെളുപ്പ് നമുക്കാർക്കും ഇല്ല. അതുകൊണ്ട് ഞാനും ആന്റണിച്ചന്റെ അടുത്തേക്ക് പോവാ. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മ എന്നും എന്റെ ആദിയുടെ ഒപ്പം ഉണ്ടാവണം. എവിടേക്കും വിടില്ല ഞാൻ എന്റെ ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ, എന്താ പറ്റി? ഒന്നുമില്ല മോളെ, മോടെ സ്നേഹം കണ്ടപ്പോ. ഈ ലക്ഷ്മിയമ്മ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ?
ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, അച്ഛാ, അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഇന്നലെ കിടന്നത്? രാത്രി ലക്ഷ്മിയമ്മ കുറെ കരയുന്നുണ്ടായിരുന്നു. അളിയാ, അളിയാ. ഓ, എന്താളിയാ? ലക്ഷ്മിയെ കാണാനില്ല. ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടുവരെ വിളിച്ച് തറവാട്ട് കയറ്റി കിടത്തരുത്. ഇപ്പൊ എന്തായി? എന്റെ അളിയ അതൊക്കെ പിന്നെ പറയാം. അളിയനൊന്ന് അന്വേഷിച്ചേ. നീ പോയി വേലക്കാരുടെ മുറി നോക്ക്, ഞാൻ ആ പൊട്ടന്റെ മുറി നോക്കട്ടെ. അമ്മ ഞാനൊന്ന് പറയുന്നത് മോനെ, അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അപ്പന്റെ കണ്ണീര് വീണ കേതി പിടിക്കില്ലെന്ന്. അമ്മ കരയാതിരിക്കേ. നേരെ ഒന്ന് വെളുത്തോട്ടെ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്ക് ഇവിടെ നിറങ്ങാം. ആ, കരയല്ലേ എന്ന്. പൊട്ടനെ കാണാനില്ലല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടതായിരിക്കും. എന്തൊക്കെയാണാവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ആ മാനേജരെ പിടിക്കാം. എല്ലാരും വേഗം വാ. അച്ഛനും മകളും കൺകുളിർക്കെ കാണാൻ. ഇനിയെങ്കിലും ഈ മാധവർമ്മ പറയുന്നു ഒന്ന് വിശ്വസിക്ക്. എനിക്കന്നേ സംശയമുണ്ടായിരുന്നു. കോലത്തെ അടിച്ചു തളിക്കാർ ഇവിടെ തന്നെ എത്തണമെങ്കിൽ തമ്പുരാൻകുട്ടിക്ക് ഇവളുമായി എന്തോ ശരിയല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഓ, എന്നാലും നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായി. അതെ, മകൻ തന്നെയാ. ഈ അമ്മ പ്രസവിച്ച സ്വന്തം മകൻ. ഇനിയും പറയാം, എന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഡ്രൈവർ ആന്റണി എന്റെ അപ്പനാ. എന്താ എല്ലാരും നോക്കിരിക്കുന്നേ? അടിച്ചിറക്കടായി തള്ളേ മോനെ. നടക്കടാ. ഇടചൊല്ലി പിരിയുവാൻ വയ്യെങ്കിലും വിലപിച്ചു തീരുവാനല്ലെങ്കിലും വിധിയെന്ന വേടന്റെ വിഷമുള്ള ശരമേറ്റു വിഘടിച്ചു പോകുന്നു നമ്മൾ അറിയാതെ അറിയാതെ. മിന്നുവല്ല, ഇന്നു മുതൽ ഈ തറവാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അളിയ, ഓ, രാഹുലിനോട് എത്രയും പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറയണം. മിന്നുവിന്റെയും രാഹുലിന്റെയും വിവാഹം നമുക്ക് ഉടനെ നടത്താം. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ രാഹുൽ ഇങ്ങെത്തും. എത്തിയാലുടൻ തന്നെ അമ്മാവൻ രാഹുലിനെ കൊണ്ട് മിന്നുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. അങ്ങനെ സംഭവിച്ചാൽ മിന്നു ഒരു പക്ഷേ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? വാ തുറന്നു. ഓ, നിനക്കതിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പാവം, വാ തുറക്കാൻ പറ്റാത്ത ഊമ. ആദി, രാഹുൽ കൊട്ടാരത്തിലെത്തരുത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മിന്നു നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ പിന്നെ നീ എന്തിനാ മടിക്കുന്നത്? എടാ ആദിത്യ, കണ്ടില്ലേ? എടാ, നിനക്ക് മിന്നുവിനും വേണ്ടി ഒരു പൊട്ടം വരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തോന്ന് നോക്കാനടാ? വാ പോവാം. ഇല്ല, അതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. ഇനിയെങ്കിലും അപ്പന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണം. എന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞാനായിട്ട് വരുത്തി വെച്ച കടങ്ങളൊക്കെ തീർക്കണം. ഇനിയും കടക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒളിച്ചു നടക്കാം. പീതാംബര വരുന്നുണ്ട്,
കാശ് കൊടുക്കാനുള്ളവരാന്ന് തോന്നുന്നു. സ്റ്റാൻഡ് വിടാം. ഓഹോ, ഇങ്ങോട്ടാണല്ലേ. എന്നാ പിന്നെ ഇനി ഓടിയേക്കാം. എയർപോർട്ടിലേക്കല്ലേ? അതെ അതെ നീ അളിയാ, രാഹുൽ വന്നു. ചന്ദ്രമതി മോളെ മിന്നു. രാഹുലിനെ ആ ദുഷ്ടൻ കിഡ്നാപ്പ് ചെയ്തു. ആദിത്യനും കുറെ ഗുണ്ടകളും ചേർന്ന് അവനെ കാറിൽ നിന്ന് പിടിച്ച് വലിച്ചോണ്ട് പോയി. അയ്യോ എന്റെ മോനെ മിന്നു പൊന്നു ഒന്നും വേണ്ട. നീ ഒന്നും മിണ്ടാതിരി. അളിയാ, അളിയൻ ഇപ്പൊ മനസ്സിലായില്ലേ വിഷമുള്ള പാമ്പിനാണ് പാല് കൊടുത്തത്. 1 മണിക്കൂറിനകം ഞാൻ അവരെ ലോക്കപ്പിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് മാധവർമ്മ അല്ല. എന്റെ മോനെ ഒന്നും വരട്ടെ. വണ്ടി എടുക്ക. ആദിത്യൻ രാഹുലിനെ തട്ടിക്കൊണ്ടുപോയിന്നോ? അപ്പോ അന്നിക്കൊന്നും അറിയില്ല അല്ലേ? ഇനിയും കുടുംബസമേതം എന്റെ മുമ്പിൽ നാടകം കളിക്കേണ്ട. നീയും നിന്റെ മകനും ചേർന്ന് എന്തൊക്കെ ശ്രമിച്ചാലും എന്റെ മിന്നുമോളെ ഈ ജന്മത്തിൽ അവന് തരില്ല. കർത്താവാണ് സത്യം. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ രാഹുലിന് ഒരു പോറല് പോലും എൽപ്പിയാത്ത തറവാട്ടിൽ ഞാൻ എത്തിക്കും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നമ്മുടെ മോൻ പഠിച്ചില്ലെങ്കിൽ സാറ് വണ്ടി എടുക്ക്.